ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങാൻ നേരത്ത് ഗ്രേസമ്മയുടെ മകൻ്റെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് രേവതിക്കുട്ടി എന്ന് വിളിക്കുകയാണ്. രേവതിക്കുട്ടി അകത്തേക്ക് പോരെന്ന് പറഞ്ഞ് ഗ്രേസമ്മേനെ അകത്തേക്ക് വിളിക്കുന്നു. ഗ്രേസമ്മ റൂം തുറന്ന് അകത്തേക്ക് ചെല്ലുമ്പോഴേക്കും അത് കണ്ട് അമ്പരന്ന് പോവുകയാണ്. വളരെ വൃത്തിയായിട്ട് നല്ല ഭംഗിയായിട്ട് നമ്മുടെ രേവതിക്കുട്ടി അതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗ്രേസമ്മ രേവതിക്കുട്ടിയോട് പറയുവാണ്, ഒരു അൽത്താരയുടെ മുൻപിൽ വന്ന് നിൽക്കുന്ന ഒരു പ്രതീതി ഉണ്ട് ഇവിടെ വന്ന് നിന്നിട്ടെന്ന്. അപ്പോൾ രേവതിക്കുട്ടി പറയുന്നുണ്ട്, നമുക്ക് വേണ്ടപ്പെട്ടവരുടെ മുറി നമ്മൾ ഇതുപോലെ വൃത്തിയായി സൂക്ഷിക്കണം, ഇടയ്ക്ക് ഇവിടെ വന്നം അവരോട് സംസാരിക്കണം എന്നൊക്കെ. അപ്പോൾ ഗ്രേസമ്മ പറയുന്നത്, ഇവിടെ വന്നാൽ വിഷമമാവും, അതുകൊണ്ടാണ് വരാത്തത്. പണ്ട് ഈ കട്ടിലിൻ്റെ ഇവിടെ വന്നിരിക്കുമായിരുന്നു, അവനോട് സംസാരിക്കുമായിരുന്നു, അപ്പോൾ അവൻ എന്നോട് ഒന്ന് പോ അമ്മേ എനിക്ക് ഉറങ്ങണം എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുമായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, ഇനി അവന് സമാധാനത്തോടെ ഉറങ്ങാലോ, ഞാൻ അവന് ശൈലിയും ചെയ്യില്ലല്ലോ എന്നൊക്കെ. അത് പറഞ്ഞ് ഗ്രേസമ്മ കുറച്ച് ഇമോഷണൽ ആവുകയാണ്. രേവതിക്കുട്ടി അപ്പോൾ കൈയൊക്കെ പിടിച്ചിട്ട് ഗ്രേസമ്മേനെ സമാധാനിപ്പിക്കുന്നുണ്ട്, കരയല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ ബാലചന്ദ്രൻ്റെ മാസ് എൻട്രിയാണ് വീട്ടിലേക്കുള്ള. ബാലചന്ദ്രൻ ഗേറ്റൊക്കെ തള്ളി തുറന്ന് വീട്ടിനകത്തേക്ക് കയറി വരുവാണ്. അപ്പോൾ നമ്മുടെ രോഹിത്തിൻ്റെ കുറച്ച് റൊമാൻസ് സീനുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റൂബിയായിട്ടുള്ള. അവരിങ്ങനെ പ്രൈവറ്റായിട്ട് കുറച്ച് റൊമാൻസ് സീനിലേക്ക് പോകുമ്പോഴേക്കും പെട്ടെന്ന് ഡോറിൽ 2 തട്ട് കേൾക്കും. അവർ പിന്നെയും ഡിസ്റ്റർബ്ഡ് ആവും. അപ്പോൾ റൂബി ചോദിക്കുന്നുണ്ട് ആരാണതെന്ന്. രോഹിത് അപ്പോൾ അവളായിരിക്കും ആ അലീന എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി വരുമ്പോഴേക്കും ബാലചന്ദ്രനാണ് നിൽക്കുന്നത്. രോഹിത് പെട്ടെന്ന് ഞെട്ടിപ്പോവും. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നീ ക്ലാസ്സിൽ പോയില്ലേ എന്നൊക്കെ. പോയായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ അകത്തൊരു സൗണ്ട് കേൾക്കുമ്പോൾ ബാലേന്ദ്രൻ അത് എന്താണ് സൗണ്ട് എന്ന് ചോദിക്കുന്നു. അപ്പോൾ രോഹിത് ഓരോ എക്സ്ക്യൂസൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, അതാരോ ബാത്റൂമിൻ്റെ ഡോറടിച്ച സൗണ്ടൊക്കെ കേട്ടെന്നൊക്കെ പറയുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ പറയുവാണ്, ഞാനൊരു കീ നിൻ്റെ റൂമിൽ വെച്ച് മറന്നായിരുന്നു എന്ന് പറയുന്നു. അപ്പോൾ രോഹിത് പറയുന്നു, ഞാൻ എടുത്ത് വെച്ചേക്കാന്ന് പറയുമ്പോൾ ബാലേന്ദ്രൻ വേണ്ട ഇപ്പം തന്നെ നോക്കാമെന്ന് പറഞ്ഞ് അകത്തേക്ക് കയറുന്നു. എന്നിട്ട് ബാലേന്ദ്രൻ അവിടെയൊക്കെ നോക്കുവാണ് കേട്ടോ. അപ്പോൾ റൂബിയുടെ ഫോൺ റിങ് ചെയ്യുന്നു. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുവാണ്, ഇത് ആരുടെ ഫോണാണ്, നിൻ്റെ അല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് രോഹി വിഷയം മാറ്റുവാണ്, അച്ഛാ കീ ഇവിടെ ഇല്ലെന്ന് പറയുന്നു. അപ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് ബാലേന്ദ്രൻ, ഇത് ആരുടെയാണ് ഫോണെന്ന്. ഫ്രണ്ടിൻ്റെ ആണെന്ന് പറയുന്നു. അപ്പോൾ ബാലേന്ദ്രൻ നേരെ ബാത്റൂമിൻ്റെ ഫ്രണ്ടിലേക്ക് പോവാണ്. എന്നിട്ട് ഈ ഡോർ ഉള്ളിൽ നിന്ന് ലോക്ക്ഡ് ആണല്ലോ എന്ന് പറയുന്നു. അപ്പോൾ രോഹി പറയുന്നുണ്ട് ഫ്രണ്ട് അകത്തുണ്ടെന്ന്. ബാലചന്ദ്രൻ അത് വിശ്വാസമില്ലല്ലോ, ബാലചന്ദ്രന് സത്യം അറിയാമല്ലോ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, ഫ്രണ്ടിനെ എനിക്കൊന്ന് കാണണം എന്ന് പറയുമ്പോൾ രോഹി അത് എന്തിനാണെന്ന് ചോദിക്കുന്നു. എന്താ എനിക്ക് കാണാൻ പാടില്ല എന്നൊക്കെ ചോദിച്ച് ഞാൻ ബാൽക്കണി വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലേന്ദ്രൻ പുറത്തിറങ്ങി നിൽക്കുവാണ്. രോഹിത് ഭയങ്കര ടെൻഷനിലാണ്. ടെൻഷൻ അടിച്ച് റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുവാണ്. എന്നിട്ട് ബാത്റൂമിൻ്റെ ഫ്രണ്ടിൽ പോയിട്ട് റൂബിയെ വിളിക്കുമ്പോൾ റൂബി പുറത്തേക്ക് വരില്ല, അച്ഛനെ പറഞ്ഞു വിടുന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ രോഹിത് പറയുന്നുണ്ട്, അച്ഛൻ നിന്നെ കാണാതെ പോവില്ലെന്ന് പറയുന്നു. റൂബി ആണെങ്കിൽ അച്ഛനെ കാണണ്ട, നീ എന്നെ പറ്റിച്ചു, ഞാൻ പറഞ്ഞതല്ലേ ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുവാണ്. അപ്പോൾ രോഹിത് പറയുന്നുണ്ട്, അവളാ ചതിച്ചത് അലീന, അല്ലെങ്കിൽ അച്ഛൻ ഈ സമയത്ത് ഇവിടെ വരില്ലെന്നൊക്കെ പറയുന്നുണ്ട്. എപ്പോഴേക്കും ബാലചന്ദ്രൻ വെയിറ്റ് ചെയ്ത് മഴത്തിയിട്ട് ഡോറിൻ്റെ അവിടെ 2 തട്ട് തട്ടുന്നുണ്ട്. അപ്പോൾ രോഹി ഡോർ തുറക്കുമ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, നിൻ്റെ ഫ്രണ്ട് എന്തിയെന്ന്. അപ്പോൾ രോഹിത് ചോദിക്കുന്നു, അച്ഛൻ ഇതൊക്കെ അറിഞ്ഞിട്ട് എന്തിനാന്ന്. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ട്, നീ ആരെയാണ് കൊണ്ടുവന്നതെന്ന് എനിക്ക് അറിയണമല്ലോ, വല്ല കൊലപാതകിയോ വല്ല മയക്കുമരുന്ന് കച്ചവടക്കാരനോ അങ്ങനെ ആരെങ്കിലുമൊക്കെ ആണോ എന്ന് അറിയണമല്ലോ എന്ന് പറയുന്നു. അപ്പോൾ രോഹിത് ദേഷ്യപ്പെടുന്നുണ്ട്, അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞ്. അപ്പോൾ ബാലേന്ദ്രൻ നീ ഒന്ന് മാറിക്കെന്നും പറഞ്ഞ് രോഹിത്തിനെ തട്ടി ദേഷ്യപ്പെട്ടിട്ട് അകത്തേക്ക് കയറുവാണ്. അകത്തേക്ക് കയറുമ്പോഴേക്കും അവിടെ റൂബീനെ കാണുന്നു. ഇതാണോ നിൻ്റെ ഫ്രണ്ടെന്ന് ചോദിക്കുമ്പോൾ അതെ ഇതാണ് എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറയുന്നു. അപ്പോൾ ബാലേന്ദ്രൻ റൂബിയുടെ പേര് ചോദിക്കുന്നു, അച്ഛൻ്റെ പേരൊക്കെ ചോദിക്കുമ്പോഴേക്കും അച്ഛൻ്റെ ബിസിനസ്സൊക്കെ തിരക്കുമ്പോൾ ബാലേന്ദ്രൻ ആളെ മനസ്സിലാവും. അപ്പോൾ അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു, ഇങ്ങനെയാണോ പഠിപ്പിച്ചേക്കണമെന്നൊക്കെ തിരക്കുമ്പോഴേക്കും റൂബിക്ക് വിഷമാവുന്നു. റൂബി കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെന്താ തെറ്റ്, അവളെ ഞാനാ കൊണ്ടുവന്നതെന്നും പറഞ്ഞ് രോഹിത് വലിയ ആളാവാൻ നോക്കുമ്പോൾ ബാലേന്ദ്രൻ ഒരൊറ്റ അടി കൊടുക്കുന്നുണ്ട്. രോഹിത്തിന് ആകെ ദേഷ്യം കയറി വിറഞ്ഞു നിൽക്കുവാണ് അടി കൊണ്ടിട്ട്. അപ്പോൾ റൂബി പറയുന്നുണ്ട്, ഞങ്ങൾ ന്യൂജൻ പിള്ളേർ ഇങ്ങനെയാണെന്നൊക്കെ. അപ്പോൾ ബാലേന്ദ്രൻ പറയുന്നുണ്ടെങ്കിൽ റൂബിയുടെ അച്ഛനെ വിളിക്കാം, നമുക്ക് സംസാരിക്കാം എന്നൊക്കെ പറയുന്നു. അപ്പോൾ റൂബി വേണ്ട അങ്കിളെ എന്ന് പറഞ്ഞ് കരയുന്നുണ്ട്. ബാലേന്ദ്രൻ അവർ ചെയ്ത തെറ്റ് റൂബിനെ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ രോഹിത്തിന് അതൊന്നും തലയിൽ കയറുന്നില്ല. രോഹിത് ഭയങ്കര ദേഷ്യത്തിലാണ്. അടി കിട്ടിയ ദേഷ്യമൊക്കെ രോഹിത്തിനുണ്ട്. റൂബിനെ ബാലേന്ദ്രൻ പറഞ്ഞു വിടുവാണ്. പിന്നെ ബാലേന്ദ്രൻ രോഹിത്തിനോട് ഉപദേശിക്കുകയാണ്. അങ്ങനെ അവർ തമ്മിൽ സംസാരിച്ച് നിൽക്കുമ്പോഴാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്.